മ്യാവ് തുടരുന്നു. ശബരിമല ശ്രീ അയ്യപ്പനെക്കുറിച്ച് 35 ഭാഷകളിലായി നിർമ്മിക്കുന്ന ഭൂലോക രക്ഷകൻ എന്ന സിനിമയുടെ തിരക്കഥയുടെ പൂജ ശബരിമലയിൽ നടന്നു. വിവേക് ഒബ്രോയി, കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ എന്നിവരുൾപ്പെടെ ഹോളിവുഡിലെയും ബോളിവുഡിലെയും പ്രമുഖർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിലെ ചിലവേറിയ സിനിമകളിൽ ഒന്നായിരിക്കും ഇതെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ വിജീഷ് തമ്പി പറഞ്ഞു. ശ്രീ അയ്യപ്പന്റെയും വാവരസ്വാമിയുടെയും കഥയെ ആസ്പദമാക്കി മതസൌഹാർദ്ദത്തിന്റെ മാനവികതയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഭൂലോക രക്ഷകൻ എന്ന സിനിമയിലൂടെ വിജീഷ് തമ്പി. മോഹൻലാലിനെ നായകനാക്കി ഭഗവാൻ, കൊട്ടേഷൻ, കൂട്ട്, സ്വാമി എന്നീ സിനിമകൾ ഒരുക്കിയ അനുഭവ സമ്പത്തുമായാണ് ഒരു വലിയ പദ്ധതിക്കായി വിജീഷ് തയ്യാറെടുക്കുന്നത്. 17 വിദേശ ഭാഷകളിലും 18 ഇന്ത്യൻ ഭാഷകളിലും ഒരേ സമയം നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഭൂലോക രക്ഷകനുണ്ട്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രത്തിലൂടെ പ്രശസ്ത ഡ്രമ്മിസ്റ്റ് ശിവമണി ആദ്യമായി സംഗീത സംവിധായകനുമാകുന്നു. 50-ലധികം ഗാനരചയിതാക്കൾ തയ്യാറാക്കിയ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് 200-ലധികം ഗായകർ ചേർന്നാണ്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് നിർമ്മാതാവായ വിജീഷ് തമ്പി പറഞ്ഞു. സ്വാമി എന്ന സിനിമ ഈ മാസം 17-ാം തീയതി റിലീസാവാൻ പോവുകയാണ്. അയ്യപ്പസ്വാമിന്റെ മഹാത്മ്യങ്ങൾ വരുന്നൊരു സിനിമയാണ്. അതിൽ കൗശിക് ബാബു, കലാഭവൻ മണി, സുമൻ എന്നിവരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ഞാനിപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ്, ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഭൂലോക രക്ഷകൻ എന്നാണ് ആ സിനിമയുടെ പേര്. മലയാളത്തിൽ, തമിഴിൽ ഉലകരക്ഷകൻ എന്നും ഇംഗ്ലീഷിൽ യൂണിവേഴ്സൽ പ്രൊട്ടക്ടർ എന്നുമാണ് ആ സിനിമയുടെ പേര്. ഈ സിനിമ ലോകത്തിലാദ്യമായി 35 ഭാഷകളിലാണ് ഈ സിനിമ നമ്മൾ ചെയ്യുന്നത്. പ്രവാസി മലയാളിയായ മുരളിയുടേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. കൈലാസ മാനസ സരോവർ, ലക്ഷദ്വീപ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം. വിവേക് ഒബ്രോയും കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയും അഭിനേതാക്കളായി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ക്രിക്കറ്റ് താരങ്ങളായ റോബിൻ ഉത്തപ്പ, രാഹുൽ ദ്രാവിഡ് എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരെ അഭിനയിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.